നമ്മോടൊപ്പം PC സൈഫുദ്ദീൻ കൂടി ചെയ്യുന്നു. സൈഫുദ്ദീൻ, അർജന്റീനൻ ആരാധകർക്ക് ആഘോഷരാവാകുമോ ഇനി? തീർച്ചയായും അർജന്റീന ആരാധകർക്ക് മാത്രമല്ല, ലയണൽ മെസ്സി വർത്തമാനകാല ഫുട്ബോൾ എന്നതിനപ്പുറത്തേക്ക് ഫുട്ബോൾ എന്ന ഗെയിം കണ്ട എക്കാലത്തെയും മികച്ച ലെജൻഡാണ്. ആ നിലക്ക് ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാകെ, രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു, പക്ഷേ ഏഷ്യയാകെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നീക്കമായിരിക്കും. പക്ഷേ അതിനകത്ത് കുറെ ലോജിക്കൽ പ്രശ്നങ്ങൾ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് ജിംസ്. ഇപ്പോ അതിൽ അർജന്റീനിയൻ ടീമിന്റെ ഭാഗത്തു നിന്നോ മെസ്സിയുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഒരു അന്തിമ ഒരു സ്ഥിരീകരണം നമുക്ക് വരണം. കാരണം ലയണൽ മെസ്സി നമുക്കറിയാവുന്നത് പോലെ തന്നെ അയാൾ ഒരു കേവലമായ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ല. അയാളുടെ ഒരു മിനിറ്റിനോ ഒരു സെക്കൻഡിനോ പോലും മുഴുവൻ ബ്രാൻഡിങ് ചെയ്യപ്പെടുന്ന ഒരു താരമാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ കേരളത്തിലേക്ക് എത്തിക്കാൻ, ഇപ്പൊ അർജന്റീന ടീം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആണ്. അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് പരിശീലനത്തിനുള്ള സൗകര്യം ഒരുക്കാൻ, ഒരു പക്ഷേ ഈ ഒക്ടോബർ നവംബർ എന്ന് പറയുന്ന മാസം, പിന്നെ വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് ജൂണിലാണ് നടക്കുന്നത്. അപ്പൊ ജൂൺ 2026 വേൾഡ് കപ്പ് ജൂണിന് മുമ്പ് ഒക്ടോബർ എന്ന് പറയുമ്പോൾ പിന്നീട് അങ്ങോട്ട് 6 മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വേൾഡ് കപ്പിന് തൊട്ട് 6 മാസം മുമ്പ് എന്നൊക്കെ പറയുന്നവരുടെ ടൈറ്റ് ഷെഡ്യൂൾ, ടൈറ്റ് ട്രെയിനിങ് ഷെഡ്യൂൾ, ആ സമയത്ത് അവർ കേരളം പോലെ ഒരുപക്ഷെ ട്രെയിനിങ് ഒക്കെ അവർക്ക് ആ സമയം ട്രെയിനിങ് വേണം. പക്ഷെ ആ ട്രെയിനിങ്ങിനൊക്കെ കുറെ കൂടി നല്ല സംവിധാനങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടമാണ്. അവിടെ കേരളത്തിലേക്ക് വന്നാൽ അത് ചരിത്രമാകും. പക്ഷെ ഞാനിപ്പോഴും വിചാരിക്കുന്നത് അർജന്റീനിയൻ ടീമിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു അന്തിമ സ്ഥിരീകരണം വന്നാൽ മാത്രമേ നമുക്ക് അതിനെ ആഘോഷിക്കാൻ വകയുള്ളൂ എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആണ്. അവർക്ക് അവരുടേതായ, ഇപ്പൊ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ കഴിഞ്ഞേക്കും. നമുക്ക് അതിന് പറ്റിയ സൗകര്യങ്ങൾ ഇപ്പോഴുണ്ടോ എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ഖത്തറിൽ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിന്റെ നിലവാരമുള്ള സ്റ്റേഡിയം തന്നെയെങ്കിലും വേണം. ഖത്തർ ഇപ്പോ അവിടെ പുതിയ സ്റ്റേഡിയം പണി തുടങ്ങിയത് ഒരു 6 or 7 വർഷം മുമ്പാണ്. ഇനിയിപ്പോൾ ഒരു സ്റ്റേഡിയം ഇപ്പൊ കൊച്ചി സ്റ്റേഡിയം നമുക്ക് റിന്യൂ വേൾഡ് കപ്പ് നിലവാരത്തിലേക്ക് ഫിഫ നോംസ് അനുസരിച്ച് റിന്യൂ ചെയ്യാന്ന് വെക്കാം. അതുപോലും ഇപ്പൊ ഖത്തറിൽ ഒരു റെനോവേഷൻ വർക്ക് പോലും, ഇപ്പോ റയ്യാൻ സ്റ്റേഡിയം റെനോവേഷൻ വർക്ക് പോലും തുടങ്ങിയത് 5 വർഷം മുമ്പൊക്കെയാണ്. ഇനിയിപ്പോ ഒക്ടോബറിലേക്ക് നമുക്ക് ആകെ ബാക്കിയുള്ളത് 10 മാസം. ഈ 10 മാസം കൊണ്ട് സ്പോൺസേഴ്സിനെ കണ്ടെത്തണം. പിന്നീട് ഈ സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഇത്രയും ഭീമമായ എമൗണ്ട്, വലിയൊരു എമൗണ്ട്, ആ ടീമിന് തന്നെ വലിയൊരു എമൗണ്ട് കൊടുക്കാം. അതെ, മെസ്സിയെ പോലെ ഒരാൾ വരുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത്രയും വലിയ റിസ്ക് ആണ്. ആ റിസ്ക് എല്ലാം എടുത്ത് വന്നാൽ ചരിത്രമാണ്. ഓഫ്കോഴ്സ് അത് സംശയമില്ല. പക്ഷെ ഈ റിസ്ക് എല്ലാം എടുത്ത് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും പേഴ്സണലി സംശയമുണ്ട്. പക്ഷെ മന്ത്രി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കണം. പക്ഷെ അർജന്റീനൻ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരം 1.5 മാസത്തിന് അവർ കേരളം സന്ദർശിക്കും, ഇവിടുത്തെ സംവിധാനങ്ങൾ വിലയിരുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അവർ വന്ന് സംവിധാനങ്ങൾക്ക് വിലയിരുത്തി ശരി ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പേഴ്സണലി വന്നാൽ ഗംഭീരമാവും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്.